ഹായ് ഹലോ, നമ്മളുടെ ഫ്യൂച്ചർ സ്റ്റോറീസ് എന്ന് പറഞ്ഞ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ തംബ്ലൈനിൽ കണ്ടതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ തന്നെ മറ്റൊരു ചാനലായ ട്രെൻഡിങ് ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നമ്മളൊരു വീഡിയോ ഇടുകയുണ്ടായി. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുകയും ആ ഹെൽത്ത് ഇൻഷുറൻസിനെ തുടർന്ന് നമ്മളത് ക്ലെയിം ചെയ്യുകയും ക്ലെയിം ചെയ്തതിന് ശേഷം നമുക്ക് നല്ലൊരു സർവീസ് കിട്ടിയപ്പോൾ നമ്മൾ ആ സന്തോഷം പങ്കിട്ടുകൊണ്ട് ഒരു വീഡിയോ ചാനലിൽ ഇടുകയുണ്ടായി. നമ്മളുടെ വീഡിയോ ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം ഒരു 100-150 ആളുകളോളം നമ്മളിൽ നിന്ന് ഇൻഷുറൻസുകൾ പർച്ചേസ് ചെയ്യുകയുണ്ടായി. അതിനെ തുടർന്നാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കിടാമെന്ന് കരുതി ഇത്തരത്തിലൊരു ചാനൽ ആരംഭിച്ചത്. ആദ്യമായി തന്നെ നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി ആലോചിക്കുന്ന സമയത്ത് മനസ്സിൽ ആദ്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണോ അതോ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി നമ്മൾ പൈസ മുടക്കി കഴിഞ്ഞാൽ പല ആളുകളും പറയുന്നത് പോലെ നമ്മളുടെ പണം നഷ്ടമായി പോകുമോ എന്നുള്ള ചിന്തയാണ് ആദ്യം നമ്മളുടെ മനസ്സിൽ വരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാൻ നോക്കാം. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വരും വീഡിയോകളിലൂടെ പങ്കിടാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എത്ര രൂപ സമ്പാദിച്ചാലും ശരി, ഒരു 10 ലക്ഷം രൂപയോ ഒരു 20 ലക്ഷം രൂപയോ നിങ്ങൾ നിങ്ങളുടെ ബാങ്കിൽ നിക്ഷേപിച്ചാലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അസുഖം വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ തുടർന്നുണ്ടാകുന്ന ചികിത്സാ ചെലവുകൾ വളരെ വലുതായിരിക്കും. പെട്ടെന്നുണ്ടാകുന്ന ഇത്തരം സന്ദർഭങ്ങൾ നേരിടാൻ നമുക്ക് ചിലപ്പോൾ നമ്മളുടെ കയ്യിലുള്ള തുക മതിയായിരിക്കാം, ചിലപ്പോൾ അതിനേക്കാൾ വലിയൊരു തുക വേണ്ടി വന്നിരിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ വലിയൊരു തുക നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്നും വളരെ വേഗത്തിൽ ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് യാതൊരു ആവശ്യങ്ങൾക്കും നിങ്ങളുടെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാതാകും. ഇനി ഇതേ സമയം നിങ്ങളുടെ കയ്യിൽ വളരെ തുച്ഛമായ ഒരു വരുമാനമാണുള്ളത്, അല്ലെങ്കിൽ വളരെ തുച്ഛമായ ഒരു സമ്പാദ്യമാണുള്ളതെന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഇത്തരത്തിൽ വലിയൊരു ചികിത്സാ ചെലവോ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബാധ്യതയോ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർക്ക് നല്ലൊരു ചികിത്സ കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് പലപ്പോഴും കൂടുതൽ ആൾക്കാരും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊക്കെ പോകുന്നവരുണ്ടാകാം. എന്നാൽ തന്നെയും ചിലപ്പോൾ നല്ലൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റ് സൗകര്യങ്ങൾ പ്രതീക്ഷിച്ചിട്ടോ നിങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം ചെലവുകളെ നേരിടാൻ നിങ്ങളുടെ കയ്യിൽ എന്താണ് മാർഗം? ആദ്യമൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള പണം എടുത്ത് ചിലവാക്കുമായിരിക്കും. പിന്നീട് ചിലപ്പം നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും സ്വർണമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും മറ്റു കാര്യങ്ങളോ പണയം വെച്ചിട്ടോ വിറ്റിട്ടോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ട്രീറ്റ്മെൻറ്റിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി ചിലവഴിക്കും. പക്ഷേ ഇപ്പോഴെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ സമ്പാദ്യം ഓരോന്നോരോന്നായി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് വീണ്ടും നിങ്ങൾക്ക് ഇതിനെ തുടർന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരികയോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള പണം തികയാതെ വരികയോ ചെയ്താൽ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളോട് കടം ചോദിക്കുകയോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പണം സമാഹരിക്കുന്ന രീതി, മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്ന രീതി, ആ ഒരു രീതിയിലേക്കൊക്കെ നമ്മൾ പോയി ചെല്ലാം. അപ്പം ഇത്തരം അവസ്ഥകൾ ഒന്നും തന്നെ വരാതിരിക്കുന്നതിന് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്, നിങ്ങളാൽ കഴിയുമെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ്. അത് ഏത് ഇൻഷുറൻസ് എടുക്കണം, ആരുടെ കയ്യിൽ നിന്ന് എടുക്കണം എന്നുള്ളതെല്ലാം രണ്ടാമത്തെ കാര്യമാണ്. ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമോ വേണ്ടയോ എന്നുള്ളതിൻ്റെ തീരുമാനം ഇതായിരിക്കണം. ഒരിക്കലും നിങ്ങളോട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കരുതേ, നിങ്ങൾക്ക് അത് അബദ്ധമായി തീരുമെന്ന് പറയുന്ന ഒരു സുഹൃത്ത് ഒരിക്കലും നിങ്ങൾക്ക് പണം തന്നെ സഹായിക്കണമെന്നില്ല. ഒരുമാതിരിപ്പെട്ട എല്ലാ സുഹൃത്ത് ബന്ധങ്ങളും തകർന്നു പോകുന്നത് പണം കടം വാങ്ങിക്കുന്നതിലൂടെയായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലൊരു ചികിത്സ ചെലവുകൾ നടത്തണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് നടത്തണമെന്നുണ്ടെങ്കിൽ, മറ്റാരുടെയും മുന്നിൽ കൈ നീട്ടാതെ നിങ്ങൾക്കത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. അതാണ് നിങ്ങളുടെ കുടുംബത്തിനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല വഴി. അത് കുടുംബത്തിനെ സംരക്ഷിക്കുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിനും ഈ ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കും. കാരണം മുൻപ് പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾ എത്ര രൂപ ബാങ്കിൽ കൊണ്ടിട്ടെന്ന് പറഞ്ഞാലും ശരി, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അനാവശ്യമായി തന്നെ ആ പറഞ്ഞ മുഴുവൻ തുകയും ഇത്തരം ട്രീറ്റ്മെൻറ്റുകൾക്ക് വേണ്ടി ചിലവാക്കി തീർക്കും. അതേസമയം അതിൽ നിന്നും വളരെ തുച്ഛമായൊരു തുക കൊടുത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ ശ്രമിക്കുക.